ഈ ഇതുണ്ട് ബീഫിൻ്റെ ഇത്രയും വേസ്റ്റാണ് ഇപ്പോൾ ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. ഇത്ര സാധനം വേസ്റ്റാണ് ബീഫിൻ്റെ അകത്തായിരുന്നു. ബീഫ് നല്ല മസാലയൊക്കെ ഉള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ ഫ്രൈയും കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ്, എല്ലാം കൂടെ ഒരു സാധാരണ ഒരു ആവറേജ് ടേസ്റ്റ്. നമസ്കാരം. കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ രാത്രിയിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് തിരക്കാണ്. വൈകുന്നേരം വരെ ഒടുക്കത്തെ തിരക്കാണ്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഒരു മനുഷ്യൻ പോലില്ല. നോക്കി 9 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ. അത്ര അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുവാണ്, വിജനമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകാം. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ധീരയ്ക്ക് വല്ലതും പറയാനുണ്ടോ? ധീരയ്ക്ക് എന്താ? നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് വളരെയധികം മിസ് ചെയ്യുന്നു. അങ്ങനെ രാത്രി കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തിറങ്ങി. ഇവിടെ കുറച്ച് മലയാളീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ ഒരെണ്ണം തപ്പി പിടിച്ച് പോയി കഴിക്കാം. പൊറോട്ടയും ബീഫും ഉണ്ടോ? ഒരു 2-3 പൊറോട്ട, ഒരു ബീഫ്. ബീഫ് കോയമ്പത്തൂരിലെ മലബാർ റെസ്റ്റോറൻറ്റിലാണ്. ആദ്യം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയി. പൊറോട്ട പാൽപ്പൊറോട്ട എന്തോ എന്നതുള്ളൂ. എന്താണ് എന്നത്? ചിക്കനാ? ബീഫ് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുമ്പ് ചെയ്യുന്നത്. വലിയ സംഭവം എന്ന് പറയാനില്ല. വേസ്റ്റ് പീസൊക്കെ ഉണ്ട് ഇവിടെ. പൊറോട്ടകളാണ് പൊറോട്ട ഫസ്റ്റ് ക്ലാസ് പൊറോട്ട, അടിപൊളി പൊറോട്ട. പാൽപ്പൊറോട്ട വൈകി ചിക്കൻ അല്ല അതിൻ്റെ ഉള്ളി. അടുത്ത എന്താ ചിക്കൻ കറിയല്ലേ? ചിക്കൻ കറിയും പൊറോട്ടയും, 2 പൊറോട്ടയും, കുറച്ച് പാലും, തേങ്ങാപ്പാലായിരിക്കും. തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തതായിട്ട്. ചിക്കൻ ഫ്രൈ ഏതാ മതി കേട്ടോ. പാൽപ്പൊറോട്ട എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പാൽപ്പൊറോട്ട ആദ്യമായിട്ട് കഴിക്കുക. പക്ഷേ ഈ ബീഫ് ഫ്രൈ അത്ര പോരാ കേട്ടോ. അത്ര പോരാന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയനാണ്. ബീഫ് ഫ്രൈ എനിക്കൊട്ടും അങ്ങോട്ട് സെറ്റായില്ല. നല്ല ചൂട്, ഒറിജിനൽ തേങ്ങാപ്പാൽ. അണ്ടിപ്പരിപ്പിന് ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ചിക്കൻ ഫ്രൈ കുഴപ്പമില്ല. ഇവിടെ 11 മണിയായപ്പോൾ കടയിൽ അടയ്ക്കണം. ചിക്കൻ ഫ്രൈ കുഴപ്പമില്ല. ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ട് അതിനകത്ത്. പൊടിയെന്ന് വെച്ചാൽ ഇച്ചിരി ഓയിലിയായിട്ടുള്ള പൊടി. മസാല കുഴപ്പമില്ല, എല്ലാം ഒരു ആവറേജ് ടേസ്റ്റാണ്. അതത് ഈ ഇതുണ്ട് ബീഫിൻ്റെ ഇത്രയും വേസ്റ്റാണ് ഇപ്പോൾ ക്വാണ്ടിറ്റിയും കുറവായിരുന്നു. ഇത്ര സാധനം വേസ്റ്റാണ് ബീഫിൻ്റെ അകത്തായിരുന്നു. ബീഫ് നല്ല മസാലയൊക്കെ ഉള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ ഫ്രൈയും കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ്, എല്ലാം കൂടെ ഒരു സാധാരണ ഒരു ആവറേജ് ടേസ്റ്റ്. ബില്ല് വന്നത് ടോട്ടൽ
889 രൂപ ബില്ല് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബീഫ് ചുക്കയാണ് ഇപ്പോൾ 200 രൂപ, പൊറോട്ടയ്ക്ക് 20 രൂപ, പാൽ പൊറോട്ടയ്ക്ക് 300 രൂപ ആണ്. കേരള ചിക്കൻ ഫ്രൈക്ക് 200, 300 രൂപ.